നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്മേറ്റിന്റെ ഒക്ടാൻ ഫൗണ്ടൻ ഇങ്ക് പെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് 2 ഇങ്ക്സ് ഇവർ തരുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ 14 റുപ്പീസിനാണ് വാങ്ങിക്കുന്നത്. ബ്ലൂ ഇങ്ക് ആണ്. ഇതിന്റെ ഈ കവർ നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. നമ്മളിത് ഓറഞ്ച് ആണ് വാങ്ങിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഇതാണ് നമ്മുടെ ആ ഫ്രീ ആയിട്ട് കിട്ടിയ ഇങ്ക്. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ പേന. നല്ല ലുക്കൊക്കെ തന്നെ. അപ്പൊ നമുക്കൊന്ന് ഇങ്ക് ഇട്ട് നോക്കാം. ബ്ലൂ ഇങ്ക് ആണ് കേട്ടോ. അപ്പൊ നമ്മളൊന്ന് എഴുതി നോക്കണുണ്ട് എങ്ങനെയുണ്ടെന്ന്. പിടിക്കുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് 5ന്റെ മുകളിൽ വരും ഇങ്ക് അല്ലേ? ഇങ്ക് അല്ല, നിബാണ്. നിബ് 5ന്റെ മുകളിൽ വരും ഇങ്ക്. ലൂസ് ആയിട്ട് തോന്നുന്നു. അകത്തുള്ള സാധനമാണ്. ഇങ്ക് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഞാൻ കുത്തി വെച്ചതിന്റെ പ്രശ്നമാണ് തോന്നുന്നു. ക്ലോസ് ചെയ്യണ്ട. ക്ലോസ് ചെയ്യാതെ എഴുതാനാ? അപ്പേ ഇത് ശരിയാണില്ല. വന്നില്ല. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക വരും. അപ്പോൾ ഗൈസ് ഞാൻ പ്രസ് ചെയ്തില്ല, അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോയത്. അപ്പോൾ കുറേ തവണ നമ്മൾ കുറേ എഴുതി നോക്കിയിട്ട് നോക്കിയാലേ ഇത് ശരിയാവുള്ളൂ. ഇത് പുതിയ പേന ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സൂപ്പറൊക്കെ തന്നെയാണ്. അടിപൊളിയൊക്കെ ആയിട്ട് എനിക്കും ഫീൽ ചെയ്തു. ഇത് ഇങ്ക് ഇത് നമുക്ക് സൈൻ ഇടാൻ പറ്റുമോ നോക്കാം. സൈൻ ഇടാനും ഇത് സ്മൂത്ത് ഒക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഇങ്ക് മാറ്റിയിട്ട് റീഫില്ലബിൾ ഇങ്ക് നമുക്ക് വെച്ച് നോക്കാം. അപ്പൊ ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെയറിന്റെ എൻ്റെ പഴയ പേനയാണ്. 3 വർഷമായിട്ട് ഈ പേനയാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി പേനയാണ്. പാണ്ടയുടെ ഒരു ഡിസൈൻസ് ഒക്കെ തന്നെയാണ്. ഗ്രീൻ കളർ പേനയാണ്. 3 വർഷമായിട്ട് ഇത് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇങ്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോണേന്. ഇത് ഇങ്ക് പുറത്തോട്ട് വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് ഇങ്ക് ആണ്. അപ്പൊ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഇത് വെച്ചിട്ട് പ്രസ് ചെയ്യണം കേട്ടോ. ഞാൻ പ്രസ് ചെയ്തില്ല, സോറി. അപ്പോ ഇത് ഈ ഫ്ലയറിന്റെ ഇങ്ക് നമുക്ക് ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല, കാരണം ഇത് ഫിറ്റ് അല്ല. അപ്പോ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ.